ചേട്ടാ 13ാമത്തെ വയസ്സിലാണ് ഈ പാമ്പ് പിടുത്തം തുടങ്ങിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും അന്നൊക്കെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കായിരുന്നു ഈ പാമ്പ്. ഓലപ്പാമ്പ് വരെ കാണിച്ച് പേടിപ്പിക്കുന്ന ഒരു പ്രായത്തിൽ പാമ്പിന് നേരെ കൈ നീട്ടാൻ തോന്നിയ ആ ഒരു തോന്നൽ എന്തുകൊണ്ടായിരുന്നു? നല്ല ചോദ്യമാണ്. കാരണം വെച്ചാൽ പലരും നമുക്ക് മീഡിയാസിൽ വാർത്തകൾ എടുക്കാൻ വരുമ്പോൾ അവർക്ക് എപ്പോഴും വേണ്ടത് ഫാമിലിയിലുള്ള കാര്യങ്ങൾ, കുറേ പ്രശ്നങ്ങളൊക്കെയാണ്. പക്ഷേ നിങ്ങൾ അതിനും അപ്പുറം ഒരു വ്യത്യസ്തമായ ചോദ്യമാണ്. കാരണം 13ാമത്തെ വയസ്സിൽ എന്ന് പറയുമ്പോൾ 13ഓ 14ഓ നമ്മളിരിക്കുന്ന സ്ഥലം എന്ത് മനോഹരമൊരു സ്ഥലമെന്നറിയാമോ? കാരണം ഇതൊരു ആക്കുളം കായൽ, ലേക്കാണ്. അതെല്ലാം ഇപ്പോൾ കരയായി. ഇപ്പോൾ ഞാൻ ഇവിടെയൊക്കെ സ്കൂളിലൊക്കെ പോകാതെ പാത്ത് വന്ന് ഇവിടെ ഇരുന്ന് നമ്മുടെ എന്താ പറയുക, കാട്ടുപൂച്ച, കുറുക്കൻ, അതുപോലെ തന്നെ നമ്മുടെ നീർനായ എന്നറിയപ്പെടുന്ന ഓട്ടറൊക്കെ ധാരാളം ഉണ്ടെന്ന സ്ഥലമാണ്. അപ്പോൾ ഇതിനെയൊക്കെ കാണാൻ വേണ്ടി ഞാൻ സ്കൂൾ കട്ട് ചെയ്ത് വരുന്ന ഒരു കാലഘട്ടമാണ് 13-14 വയസ്സ്. എൻ്റെ സ്കൂൾ ചെറുവയ്ക്കൽ UPസിലാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് അന്ന് കുറേ കൂട്ടുകാരുണ്ട്, ബിന്ദുകുമാർ, അങ്ങനെ. അപ്പോൾ അവരുടെയൊക്കെ ഏരിയ ഉണ്ട്. അപ്പോൾ അവരെന്നെ വിളിച്ചു ആളി അവിടെ വന്ന് വിളിച്ചു ഇവിടെ കാണിക്കുമ്പോൾ ഇവിടെയൊക്കെ എല്ലാത്തിനെയും കണ്ട് എനിക്ക് ഭയമില്ലാതെ. പിന്നെ എൻ്റെ വീട്ടിലൊരു പ്രത്യേകത എന്ന് പറയുന്നത്, എൻ്റെ അച്ഛനിപ്പോൾ മരിച്ചിട്ട് 1 വർഷമേ. മരിച്ചാളിനെ കുറിച്ച് നമ്മളൊന്നും പറയാൻ പാടില്ല, എന്നാലും പറയാനാണ് അനുഭവങ്ങൾ പറയുന്നതാണ്. അപ്പോൾ അച്ഛൻ നന്നായിട്ട് കഴിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ സാധാരണ ഒരു ഫാമിലിയിൽപ്പെട്ട ഒരാളുടെ കള്ള് കുടിക്കുന്ന ഒരാളായിരിക്കുമ്പോഴത്തേക്ക്, കള്ള് കുടിക്കുന്നത് തെറ്റായിട്ട് ഞാൻ കുടിക്കാറില്ല, ഞാൻ ജീവിതത്തിൽ കുടിച്ചില്ല. പക്ഷേ കുടിക്കുന്നത് തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം നമ്മുടെ നാട്ടിൻ്റെ ഒരു വരുമാനം കൂടിയാണ് അത് അതിൻ്റെ വഴിക്ക് പോട്ടെ. അപ്പോൾ അമ്മ ഒരു പണിയാണ്, അച്ഛൻ. അപ്പോൾ കഴിച്ചിട്ട് വരുമ്പോൾ ഡെയിലി പ്രശ്നങ്ങൾ, അമ്മയായിട്ടൊക്കെ വിഷയങ്ങൾ, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾ അടി പേടിച്ചിട്ട് ഞങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും വെളിയിലൊക്കെ പോയി പാത്തിരുന്നൊരു കാലമുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഈ 13-14 വയസ്സ്. അപ്പോൾ നമുക്കറിയില്ല ഇവിടെ ഇന്നതുകൊണ്ട്, അവിടെ പാമ്പുണ്ട്, ഇവിടെ ഉണ്ടെന്ന് നമുക്കറിയില്ല. നമ്മൾ പിറ്റേന്ന് രാവിലെ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ അടുത്ത ദിവസം അവിടെ പാമ്പിനെ കാണും. അപ്പോൾ നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ കിടന്നപ്പോൾ എനിക്ക് എല്ലാ ജീവികളും അറപ്പ് മാറി തുടങ്ങി. അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ 9ാമത്തെ വയസ്സിൽ അമ്മ പൈ വളർത്തി തുടങ്ങി. അപ്പോൾ ഇപ്പം നമ്മളിരിക്കുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി എൻ്റെ ജീവിതത്തിൽ എൻ്റെ വീട്ടിൽ ഇനി അവസാനത്തെ പശുവാണ് ഇന്നലെ മരണപ്പെട്ടു. അമ്മ 9ാമത്തെ വയസ്സിൽ തുടങ്ങി. ഇപ്പോൾ 45 വർഷത്തിലേറെ പശു വളർത്താൻ തുടങ്ങിയിട്ട് ആ അമ്മയുടെ പശു ഇന്ന് മരണപ്പെട്ടു, ഒരു പശു. അപ്പോൾ ഇനി പശു വീട്ടിലില്ല. അപ്പോൾ അതിന് എൻ്റെ വീട്ടിൽ മറവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിഷമത്തിൽ കൂടി നമ്മൾ സ്നേഹിച്ച് വളർന്നാൽ കുറച്ച് ദിവസം പിന്നെ അറക്കാൻ കൊടുക്കാം. ഞാൻ പറഞ്ഞു കൊടുക്കണ്ട, നമ്മളെ വീട്ടിൽ ജീവിച്ചല്ലേ, മരിക്കുമ്പോൾ നമുക്ക് കുഴിച്ചിടാന്ന് പറഞ്ഞു. അങ്ങനെ അത് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അമ്മ പുല്ല് പറിക്കാൻ പോകുമ്പോഴേക്കും ഞാനൊക്കെ കൂടെ പോകും. അപ്പോൾ അമ്മ പോകുന്ന CTC അറിയാം, സെൻട്രൽ ട്യൂബർ കോർപ്പസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, മരിച്ചിനി ഗവേഷണ കേന്ദ്രം എന്ന് പറയും. അപ്പോൾ അവിടെ ഒരുപാട് കാടാണ്. അപ്പോൾ അന്ന് പാസ് എടുത്ത് പുല്ല് പറിക്കാൻ നമ്മൾ പോയി അമ്മ പുല്ലറുത്തുണ്ടെങ്കിൽ അവിടെ ഇരിക്കും. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ആയിരിക്കും നമ്മളെ മുന്നിൽ കൂടെ പോകും. ചിലപ്പോൾ അവർ ഇണചേർന്ന് നമുക്ക് കാണാൻ പറ്റും, ചിലപ്പോൾ കിരിയും അവരും കൂടെ ഫൈറ്റ് ചെയ്യണം കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ ഇതെന്താണെന്ന് അറിയണമെന്നുള്ളൊരു ആകാംക്ഷ എൻ്റെ ചെറുപ്പത്തിൽ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ എന്താ പറയുക, ഇതിനൊക്കെ കുരുക്കിട്ട് പിടിക്കും. ആദ്യം സ്കൂളിൽ പഠിക്കുന്നത് കുരുക്കിട്ട് വാഴ വെച്ച് കുരുക്കിട്ട് പിടിച്ചിട്ട് എന്നെ കെട്ടി വലിച്ചിട്ട് സ്കൂളിൽ പോയിട്ട് പിള്ളേരെ പേടിപ്പിക്കാൻ വേണ്ടിയാണ് ആ കാലഘട്ടം വെച്ച്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുകൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ വീട്ടിൽ എതിർപ്പുകളായി. അപ്പോൾ എതിർപ്പുകളായി തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനകത്തൊക്കെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടല്ലോ. അങ്ങനെ വീട്ടിൽ എതിർക്കണം, അവർ പേടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആലോചിച്ചു, പണ്ട് കാലത്ത് നമ്മുടെ അമ്മമാർ പറയാറുണ്ട്, സന്ധ്യ സമയത്ത് അവിടെ ഇറങ്ങുമ്പോൾ മണമുണ്ട്, അവിടെ പാമ്പ് വന്ന് വായു പൊളിച്ചിരിക്കുന്നു, ഇവിടെ മണമുണ്ട്, ഇവിടെ വന്ന് പെറ്റ് കിടക്കുന്നു, ഇങ്ങനെയൊക്കെ ഒരു കഥകളിലേക്ക്. അപ്പോൾ ഇതൊന്നും അല്ല ഇതിൻ്റെ സത്യമൊന്നും എനിക്ക് അറിയണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ അടുത്തടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോകുന്ന സമയത്ത് ക്ഷേത്രത്തിൻ്റെ മൂലയ്ക്ക് ഇങ്ങനെ ഈ പത്തി പെടുത്തിയിരിക്കുന്ന വിഗ്രഹങ്ങളെ കാണാൻ പറ്റി. അപ്പോൾ പോറ്റിയോട് അതിനെക്കുറിച്ച് സംശയങ്ങൾ ചോദിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ആയപ്പോൾ എനിക്ക് തോന്നി ഇതൊരു മഹാസംഭവമാണെന്ന് തോന്നി. ഇതൊരു സംഭവമാണ്. കാരണം വെച്ചാൽ ഇതൊരു സംഭവം എന്ന് പറഞ്ഞാൽ മാനവരാശി നമ്മൾ ചിന്തിക്കും. നമ്മൾ പണ്ട് കാലത്ത് ഒരു പഠനങ്ങളില്ലാത്ത കാലഘട്ടത്തിൽ ലോകത്തിലെ പാമ്പുകളെ കുറിച്ച് ആദ്യത്തെ മെസ്സേജ് ചെയ്യുന്ന ആളാരാണെന്ന് അറിയാമോ? അത് പുണ്യാളനോ മുഹമ്മദ് ഖുറാനിലില്ലേ, നബി തിരുമേനി നടന്നു പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് വഴികാട്ടി പാമ്പായിരുന്നു. പാമ്പ് എഴഞ്ഞു പോയി പാട് നോക്കിയാണ് നടന്നു പോയി എന്നൊരു കഥ ഒരു പാമ്പ് പറയുന്നുണ്ട്. പല പുണ്യാളത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ മറ്റൊരു ഇതെന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും നല്ല ഔഷധമാണ് പാമ്പ്, ഏറ്റവും നല്ല ഔഷധ ഗുണമുള്ളതാണ് പാമ്പിൻ്റെ വെനമെന്ന് നമുക്ക് ലോക ജനതയ്ക്ക് ആദ്യം നിന്ന മെസ്സേജ് ഭഗവാൻ ശിവനവറുകളാണ്. അതാണൊരു വിശ്വാസം തന്നെ ഉണ്ടായിരിക്കുന്നത്. എന്താണ്, ഇപ്പോൾ ശിവരാത്രി എന്നൊരു നാളുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ആ ഒരു സാധനം, അത് പാമ്പ് ഛർദ്ദിക്കുന്നത് ഭക്ഷണമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് പല്ലിൽ കൂടി ഒലിച്ചു വന്ന ഒരു വെനത്തെ അദ്ദേഹം കൈകൊണ്ട് ഏറ്റുവാങ്ങി. എൻ്റെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം താഴെ വീഴാതെ കൈകളിൽ ഏറ്റിട്ട് വാങ്ങി. അതിൻ്റെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ, ഇത് താഴെ വീഴരുത്, ഇത് കേടായി പോകും, ഇതാണ് അമൃത്. ഇതെന്നെങ്കിലും ഒരിക്കൽ മാനവരാശി മാരകമായ അസുഖങ്ങളെ നേരിടുമ്പോൾ അന്ന് ഇത് പ്രത്യൗഷധമാണെന്നുള്ളതിൻ്റെ മെസ്സേജ്. രണ്ടാമത്തത് എന്താണെന്ന് പറഞ്ഞാൽ കുടിച്ചു കാണിച്ചതിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുക. ഇത് കളയാനുള്ളതല്ല. ഇത് മാനവരാശി മാരകമായ അസുഖങ്ങൾ നേടുമ്പോൾ അന്ന് ഇത് പ്രത്യൗഷധമാണ്. ക്യാൻസറിൻ്റെ വേദന സംഹാരി, ഹാർട്ട് അറ്റാക്ക് വന്ന ഹാർട്ടിനകത്ത് രക്തം കൊണ്ടടി ചലിപ്പിക്കുന്ന മരുന്ന്, വാഹന അപകടങ്ങൾ, തലയ്ക്ക് ക്ഷതമാണ്, തലച്ചോറിനകത്ത് രക്തം കൊണ്ടടി ചലിപ്പിക്കുന്ന മരുന്ന്, പാമ്പ് കടിയേറ്റാൽ കൊടുക്കുന്ന മറുമരുന്ന്. എന്തിനു പറയുന്നു? കൊറോണ സമയത്ത് ഞാനൊരു ചാനൽ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് കൊറോണയുടെ വാക്സിൻ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ മുറ്റത്തുണ്ടെന്ന് പറയുന്നത്, പാമ്പിൻ്റെ വനത്തിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ പരിഹസിച്ചു, എനിക്ക് വിദ്യാഭ്യാസം ഇല്ലയെന്ന് പറഞ്ഞു. ഇപ്പോൾ ആണുങ്ങൾ കണ്ടുപിടിച്ചു പ്രതിരോധ മരുന്ന്, വെളിരാജ്യത്ത് കണ്ടുപിടിച്ചിരിക്കുന്നു, പാമ്പിൽ നിന്ന് കൊറോണയുടെ പ്രതിരോധ മരുന്ന് കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് പ്രാധാന്യമുണ്ട് ഇതിന്? അപ്പോൾ അന്ന് ഇത്രയും പഠനങ്ങളില്ല.
സയൻറ്റിസ്റ്റുകളില്ല. അന്ന് നമുക്ക് ക്ലോക്കില്ലെങ്കിലും സൂര്യനെ നോക്കി കൃത്യം സമയം പറയുന്ന ആൾക്കാരില്ലായിരുന്നു. അന്ന് കണ്ടുപിടിച്ചാണ് ഇതൊക്കെ. അപ്പോൾ എനിക്കൊന്ന് ഇതിനെ അന്വേഷിക്കണം. അങ്ങനെ അന്വേഷിച്ച് പോയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി, ലോകത്ത് ഞാൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വം ഉണ്ട്. ആരാണെന്ന് അറിയുമോ? ലോകത്തൊരു ഏറ്റവും ബഹുമാനിക്കുന്ന ഒരാൾ നാരായണ ഗുരുദേവനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ. അത് പാമ്പ് ദൈവമായതുകൊണ്ട് എല്ലാവരും ദൈവവിശ്വാസികളായതുകൊണ്ടൊന്നുമല്ല, എല്ലാവരും ഒന്നായി ജീവിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ട് മാത്രമാണ്. അതായത് അവിടെ വലിപ്പച്ചെറുപ്പമില്ല, അതൊന്നും ലോകത്തൊരിക്കലും നടക്കാൻ പോകുന്നത്. എല്ലാ ജാതിയും മതവും ഒക്കെ ഭൂമിയിൽ വേണം, എങ്കിൽ മാത്രമേ ഭൂമി നന്നായിട്ട് പോകുന്നു വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു ജാതി ഒരു മതം ഒരു ദൈവം. അങ്ങനെ എല്ലാവരെയും ഒരേപോലെ, ഒരമ്മയുടെ മക്കൾ അവിടെ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ ഹിന്ദുവെന്നോ ഇല്ലാതെ, അല്ലെങ്കിൽ ജൈനനെന്നോ ബുദ്ധനെന്നോ ഒന്നും ഇല്ലാതെ എല്ലാവരെയും ഒരേപോലെ കാണാൻ കഴിവുള്ള ഒരേ ഒരു ജീവിയെ ഭൂമിയിലുള്ളൂ, അത് പാമ്പുകൾ മാത്രമാണ്. കാരണം വെച്ചാൽ അവർക്ക് കാഴ്ചയില്ല. അവരെല്ലാവരെയും ഒരുപോലെ, നമ്മളെ രണ്ടുപേരെയും ഒരേപോലെ കാണണം. നമ്മളാണാണോ പെണ്ണാണെന്നില്ല, ഒരു നിഴൽ പോലെ. അപ്പം നമ്മളെ കൂടെ നിൽക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഒരു നിഴൽ പോലെ. അപ്പോൾ എനിക്ക് തോന്നി അവരെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത്. അതുമാത്രമല്ല വേറെ പ്രത്യേകമുണ്ട്, ഇത്രയും അസുഖങ്ങൾക്കുള്ള ഔഷധങ്ങൾ കൊണ്ട് കിടക്കുന്ന ജീവി. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് പഠിച്ച് പോയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഞാനൊരു അമ്പലത്തിലേക്ക് പോയപ്പോൾ അതൊരു വിശ്വാസത്തിലേക്ക് പോയി. അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ പ്രകൃതിയിലേക്ക് വന്നപ്പോൾ ഇത് അനിവാര്യമാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഭഗവാൻ ശിവൻ അവരുടെ ഒരു കുറേ പുറകിലോട്ടുള്ള ജീവിതം വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത്, സകുടുംബം. ഇപ്പോൾ എലി പാമ്പിൻ്റെ ഫുഡാണ്, പാമ്പിൻ്റെ തീറ്റയാണ്. ആ എലിയെ ഒരു മെസ്സേജായി ഗണപതി എന്ന് പറയുന്ന ഭഗവാൻ വാഹനമായി കൊടുത്തിരിക്കുന്നു ഒരു കുടുംബത്തിൽ. അതിനെ തിന്നുന്ന പാമ്പിനെ അദ്ദേഹം തന്നെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നു. ആ പാമ്പിനെ തിന്നുന്ന മയിലിനെ മറ്റൊരു മകനും വാഹനമായി കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ പുറകിൽ പോയപ്പോഴാണോ ഇതൊരു അന്ധവിശ്വാസമോ ഒരു കഥയൊന്നുമല്ല. ഭൂമി ഇങ്ങനെ ആവണം, ഇവരെല്ലാം ഭൂമിയിൽ വേണം, നമ്മളെല്ലാവരും ഈ ജീവി എല്ലാം ഭൂമിയിലുണ്ടെങ്കിലേ നമുക്ക് സുഖമായി ജീവിക്കാൻ കഴിയുള്ളൂ എന്നുള്ളൊരു മെസ്സേജായിരുന്നു അത്. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ ദൂരം സഞ്ചരിച്ചപ്പോൾ പാമ്പ് എന്നെ പിടിക്കാൻ എലിയെ പിടിക്കാൻ പാമ്പ് വീട്ടിലേക്ക് വരും. എന്തുകൊണ്ട് വീട്ടിലേക്ക്? നമ്മൾ എലി ഭരിക്കാനുള്ള സാഹചര്യം കൊടുത്തിട്ടാണ് നമ്മളെ വീട്ടിലേക്ക് വരും. അപ്പോൾ ഇങ്ങനെ കുറേ പഠിക്കാൻ എനിക്ക് പറ്റി ഒരുപാട്. അപ്പോൾ ആ ഒരു സ്നേഹമാണ് ഇന്ന് 39 വർഷം പിന്നിടാൻ പോകുന്നത്. 39 വർഷത്തോളമാകുന്നു. ഒരുപാട് കടികൾ വാങ്ങി, ലോക ചരിത്രത്തിൽ ഒരുപാട് കടികൾ വാങ്ങി, 5000-ലേറെ കടികൾ വാങ്ങാൻ പറ്റി. പിന്നെ കോബ്രയുടെയും വൈപ്പറിൻ്റെയും മാത്രം കടികൾ ഏകദേശം ഒരു വിലമുള്ള തന്നെ മാത്രം ഒരു 400-500 കടി വാങ്ങാൻ പറ്റി. അതിൽ 16 പ്രാവശ്യം ക്രിട്ടിക്കലായി. അത് 13ാമത്തതാണ് കോട്ടയത്ത് വെച്ചുള്ളത്. അതിനുശേഷം 3 കിട്ടി, ആരും അറിഞ്ഞിട്ടില്ല. അതിനുശേഷം 2025 ഓഗസ്റ്റ്, നവംബർ, ഡിസംബർ 5 മാസത്തിനിടയിൽ 3 കടിയിൽ 3 സീരിയസ് കടിയാണ്. ഒറ്റ കുഞ്ഞുങ്ങൾ അറിഞ്ഞില്ല. ഒറ്റയ്ക്ക് ഒരു തുള്ളി വെള്ളം പോലും. കോട്ടയത്തിന് ശേഷം എല്ലാവരും കോട്ടയത്ത് നിൽക്കുന്നേ ഉള്ളൂ, ട്രിവാൻഡ്രത്തേക്ക് വന്നിട്ടില്ല. തിരുവനന്തപുരത്ത് പാപ്പനംകോട് കൈമനത്തിനടുത്ത് NSS കരയോത്തിൽ വെച്ചൊരു കടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഇവിടെ ആക്കുളത്ത് വെച്ച് ഒരു കടി ഉണ്ടായിരുന്നു. അത് ഇതായിരുന്നു, ഈ വിരലുണ്ടായിരുന്നു. ആക്കുളത്ത് കടി വിരലിതാണ്, ഇത്ര എങ്ങനെ മടങ്ങുള്ളൂ. മറ്റത് ഇവിടെ ആയിരുന്നു. ഇപ്പോൾ അതല്ല, റീസെൻ്റ്ലി കഴിഞ്ഞ ഡിസംബറിൽ കിട്ടി. ഡിസംബർ 13 പേരൂർക്കടയിൽ വെച്ച് കിട്ടി കടിയുണ്ട്. അതൊന്നും ആരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒരു പഠനമാക്കാൻ എനിക്ക് കഴിയും. കാരണം ഇപ്പോൾ കഴിഞ്ഞ ഈ കടിയിൽ ഞാൻ ഡോക്ടർ സാറേ എനിക്ക് ദയവ് ഇതിനെ ഉപദ്രവിക്കരുത്, എനിക്ക് ആൻറ്റിബയോട്ടിക് എടുക്കേണ്ടെന്ന്. കാരണം എനിക്കൊന്ന് പഠിക്കാൻ വേണ്ടി എൻ്റെ ശരീരത്തിൽ ആൻറ്റിബോഡി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഒരു 15 വർഷങ്ങൾക്ക് മുന്നേ ബേബി പോൾ സാറിൻ്റെ, അന്നത്തെ HOD ബേബി പോൾ സാറിന് അദ്ദേഹത്തിൻ്റെ യൂണിറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയണം. അപ്പോൾ ഞാൻ ഇപ്പോൾ കടി കിട്ടിയപ്പോൾ ഞാൻ സാറേ എനിക്ക് ആ പ്രതിരോധം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി എനിക്ക് 36 മണിക്കൂർ കഴിഞ്ഞാണ് എനിക്ക് ആൻറ്റിബയോട്ടിക്. കാര്യം നീര് വെച്ചതിന് ശേഷം അവരല്ല, സുരേഷ് ഇനി ഞങ്ങൾക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല, സുരേഷിന് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ജനങ്ങൾ ഞങ്ങളെ വെറുതെ എടുത്തില്ല, അതുകൊണ്ട് നമുക്ക് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ പിന്നെ അവരുടെ സേഫ്റ്റിനെ നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് 36 മണിക്കൂർ കഴിഞ്ഞാണ് ആൻറ്റിബയോട്ടിക്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് അറിവുകൾ എനിക്ക് ശേഖരിക്കാൻ പറ്റും. അത് നിങ്ങൾക്കറിയാമോ ഒരു കാര്യം? ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ആരാണ് പാമ്പിനെ പിടിക്കാൻ ട്രെയിനിങ് കൊടുത്തത്? ലോക ചരിത്രത്തിൽ ഒരാളെന്ന് പറയാമോ? 2006 ഞാനായിരുന്നു. 2006 ഇന്ന് വരെ ഒരാളിന് ഞാൻ ട്രെയിനിങ് കൊടുത്ത ഒരാളിന് കടി കിട്ടിയിട്ടില്ല. ഇന്ന് വരെ ഞാൻ ട്രെയിനിങ് കൊടുത്ത ഒരാളിന് കടി കിട്ടില്ല ഇന്ന് വരെ, ഈ നിമിഷം വരെ.